നവംബറിൽ കേരളത്തിന്റെ മണ്ണിൽ മെസ്സിപ്പട എത്തുമെന്ന പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്നു. ലയണൽ മെസ്സി നായകനായ അർജന്റീന ടീം അടുത്ത മാസം 17-ന് ഓസ്ട്രേലിയയുമായി കൊച്ചി രാജ്യാന്തര സ്റ്റേഡിയത്തിൽ സൗഹൃദ മത്സരം കളിക്കുമെന്ന തരത്തിൽ സംസ്ഥാന സർക്കാരും സ്പോൺസറും നടത്തിയ പ്രഖ്യാപനങ്ങളാണ് അസ്ഥാനത്തായത്. കേരളത്തിന്റെ കായിക രംഗത്തിന് വലിയൊരു ആവേശമാകുമെന്ന് കണക്കുകൂട്ടിയ സന്ദർശനം നടക്കില്ലെന്ന് ഉറപ്പായതോടെ വിഷയത്തിൽ സർക്കാരും സ്പോൺസറും രൂക്ഷ വിമർശനമാണ് നേരിടുന്നത്. കേരളത്തിന്റെ കായിക വികസനവുമായി ബന്ധപ്പെടുത്തി മെസ്സിയുടെ വരവിന് സർക്കാർ നൽകിയത് വലിയ പ്രചാരണമായിരുന്നു. മെസ്സിയുടെ പേരിൽ വാർത്തകൾ സൃഷ്ടിക്കുന്നത് അവസാനിപ്പിച്ച് നാടിന്റെ കായിക വികസനത്തിൽ കൂടുതൽ ശ്രദ്ധയൂന്നുകയാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഇനി ചെയ്യേണ്ടത്. കൊച്ചി സ്റ്റേഡിയത്തിന് ഫിഫയുടെ അനുമതി ലഭിക്കാനുള്ള കാലതാമസമാണ് മത്സരം മാറ്റാനുള്ള കാരണമായി സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ പറഞ്ഞത്. നിശ്ചിത സമയത്ത് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്തത് സംസ്ഥാനം വരുത്തിയ പോരായ്മയായി വിലയിരുത്താം. എന്നിരുന്നാലും മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ നടന്ന ശ്രമങ്ങളെ ഒരു തരത്തിലും കുറച്ചു കാണുന്നില്ല. അർജന്റീനയുടെ ഫുട്ബോൾ അധികൃതരുമായി പലവട്ടം സംസാരിക്കുകയും സന്ദർശനവുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തതിനു ശേഷവും ഫലപ്രാപ്തി ഉണ്ടാകാതെ പോയതിലാണ് നിരാശ. സ്റ്റേഡിയത്തിന്റെ നവീകരണ പരിപാടികൾ എത്ര തന്നെ മുന്നോട്ടു പോയിട്ടുണ്ടെങ്കിലും കൊച്ചി സന്ദർശനത്തിന് ഫിഫയുടെ അനുമതി ലഭിക്കുന്ന വിധത്തിൽ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നത് ഇത്തരം ഉദ്യമങ്ങൾക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ മികച്ചൊരു പാഠമായി കേരളത്തിന് മുന്നിലുണ്ടാകും. നിലവിൽ അർജന്റീനയുടെ നവംബറിലെ മത്സരങ്ങൾ അങ്കോളയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയുടെ സൗഹൃദ മത്സരങ്ങൾ കൊളംബിയ, വെനസ്വേല ടീമുകൾക്കെതിരെ US-ൽ നടക്കുമെന്ന് ഫുട്ബോൾ ഓസ്ട്രേലിയയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെയാണ് നവംബറിൽ അർജന്റീന കേരളത്തിൽ എത്തില്ല എന്ന് പൂർണ്ണമായും ഉറപ്പിക്കപ്പെട്ടത്. അടുത്ത രാജ്യാന്തര വിൻഡോയിൽ മത്സരങ്ങൾ പുനഃക്രമീകരിക്കുമ്പോൾ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനയെ കേരളത്തിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ സർക്കാരും സ്പോൺസറും ഇപ്പോഴും പുലർത്തുന്നു. എന്നാൽ പുതിയ സമയക്രമീകരണങ്ങൾ ഉണ്ടാകുന്നത് അടുത്ത വർഷം മാർച്ചിലാണെന്നും അങ്ങനെ അനുവദിച്ചു കിട്ടുന്ന സമയത്ത് ഇന്ത്യ പോലൊരു രാജ്യത്ത് സൗഹൃദ മത്സരത്തിന് അർജന്റീന തയ്യാറാകുമോ എന്നുള്ള സംശയവും ശക്തമാണ്. അടുത്ത ലോകകപ്പിന് ശേഷം മാത്രമായിരിക്കും ഇനി അർജന്റീനയെ ആരാധകർ കേരളത്തിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്നാൽ അപ്പോഴേക്കും സംസ്ഥാനത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയും പുതിയൊരു സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തിരിക്കും. ഭരണതലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ സ്വാധീനം സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് തന്നെയാണ് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നിലവിൽ സംസ്ഥാനത്ത് വലിയ പ്രസക്തിയില്ലെന്ന വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കായിക ചർച്ചകളിലേക്കും ചിന്തകളിലേക്കും മാത്രമായി സർക്കാരിന്റെ ഇടപെടൽ ചുരുങ്ങിയെന്ന വിമർശനം ഇപ്പോൾ ശക്തമാണ്. കൊച്ചിയിലെ രാജ്യാന്തര സ്റ്റേഡിയത്തിന്റെ നവീകരണവും അതിലൂടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന രാജ്യാന്തര മത്സരങ്ങളും മാത്രം കൊണ്ട് നാടിന്റെ കായിക വികസനം ഒരിക്കലും സാധ്യമാകില്ല. ശാസ്ത്രീയമായ കായിക പരിശീലന സംവിധാനങ്ങൾ സംസ്ഥാനമാകെ ഉറപ്പുവരുത്താൻ സർക്കാരിന് സാധിക്കണം. കഴിഞ്ഞ 9 വർഷത്തിനിടെ 5000 കോടിയിലധികം രൂപ കായിക മേഖലയിൽ മാത്രം മുതൽ മുടക്കിയതായി സർക്കാർ അവകാശപ്പെടുന്നു. അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉൾപ്പെടെ പരിപൂർണ ലഭ്യത ഉറപ്പുവരുത്തി എന്ന തരത്തിലുള്ള സർക്കാരിന്റെ അവകാശവാദങ്ങളിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് വിലയിരുത്തപ്പെടണം. ഇപ്പോഴും ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ കഴിവുറ്റ കായിക താരങ്ങൾ സംസ്ഥാനത്ത് നിരവധിയുണ്ടെങ്കിലും അവരുടെ മികവ് പുറത്തെടുക്കാനോ പരിപോഷിപ്പിക്കാനോ കഴിയുന്ന സംവിധാനങ്ങളില്ലെന്നതാണ് വസ്തുത. മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ അവസാനിപ്പിച്ച് നാടിന്റെ സമഗ്ര കായിക വികസനത്തിന് സഹായകമായ ചിന്തകളിലേക്കും നടപടികളിലേക്കും സർക്കാരിന്റെ പ്രവർത്തനം മാറണം. കേരള പ്രണാമം. ചിന്താശകലങ്ങൾ.